അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. എങ്ങനെ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണമെന്ന കാര്യത്തിൽ. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തണം. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം. അതുപോലെ ഭർത്താവിനെയും. ഞങ്ങളുടെ വീട്ടിൽ കർത്താവുണ്ട് എന്ന കാര്യം അവർ കാണുമ്പം ആ മക്കൾ അവരും ആഗ്രഹിക്കും അവർക്കും അതുപോലൊരു ജീവിതമാണെന്ന്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾ എത്ര വെളിപ്പെടുത്തുന്നുണ്ട്. ക്ഷമിക്കുന്നതിൽ, തമ്മിൽ കരുതുന്നതിൽ, ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നതിൽ, തമ്മിൽ കലഹിക്കാതിരിക്കുന്നതിൽ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, എന്നാൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കരുത്. ഒരു മുറിയിലേക്ക് പോയി നിങ്ങൾ പരസ്പരം അതേപ്പറ്റി സംസാരിക്കുക. നിങ്ങൾ തമ്മിൽ കലഹിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ മക്കൾ കേൾക്കാനിടയാകരുത്. അതൊരിക്കലും അവരുടെ മുമ്പിൽ വെച്ചാകരുത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്തപ്പം വേണം അത് പരിഹരിക്കാൻ. അവർ കേൾക്കുന്നത് നല്ലതല്ല ഒരിക്കലും. നിങ്ങൾ തമ്മിലുള്ള ഒരുമ നിങ്ങളുടെ മക്കൾ കാണേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് കാണുന്നത് സദൃശവാക്യങ്ങളിലാണ്. അതിൻ്റെ 22-ാം അധ്യായത്തിൽ വായിക്കുന്ന പ്രകാരമാണ്. 6-ാം വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. അവരെ അനുസരണം പഠിപ്പിക്കാൻ അവർ വലുതാകുന്നവരെ നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. 1 വയസ്സ് പ്രായമാകുമ്പം അവരെ അനുസരണം പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങണം. 1 വയസ്സ് പ്രായമായ ഒരു കുട്ടിക്ക് നിങ്ങൾ പറയുന്ന ഭാഷ മനസ്സിലാകുകയില്ലായിരിക്കും. എന്നാൽ ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ആ പദം വേണ്ട. ഞാനത് കണ്ടിട്ടുണ്ട്. വേണ്ട എന്ന് പറഞ്ഞാൽ 1 വയസ്സുള്ള കുട്ടിക്കും മനസ്സിലാകും. അവരൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്നു വേണ്ട. അവർ നിങ്ങളെ നോക്കുമ്പം നിങ്ങളുടെ നോട്ടത്തിൽ നിന്ന് ഭാഷ അറിയത്തില്ല, നീ എന്താ ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലാവും. 2-3 പ്രാവശ്യം നീ അത് പറഞ്ഞു കഴിയുമ്പം വേണ്ട എന്നുള്ള പദം അവർക്ക് മനസ്സിലാവും. വേണ്ട എന്ന് പറയേണ്ട ചില കാര്യങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാകും. എന്നാൽ ആ ഒരു കാര്യം മാത്രമല്ല, കുഞ്ഞുങ്ങൾ എപ്പോഴും ഈ പദം കേട്ടുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും വേണ്ട 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 എന്ന് പറയുക. ചില കാര്യങ്ങൾ ശരിയെന്ന് പറയുന്നതും ഉണ്ടായിരിക്കണം. ഭവനം കുഞ്ഞുങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ഇടമാണ്. നമുക്കെപ്പോഴും നിഷേധാത്മകമായിട്ടൊരു നിലപാടുണ്ടായിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ചടക്കം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കൽപ്പന ദൈവവചനത്തിൽ പറയുന്നുള്ളൂ. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പിക്കും, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇതല്ലാതെ മറ്റൊരു കൽപ്പനയില്ല. അതുകൊണ്ട് നിങ്ങളെ മക്കളെ പഠിപ്പിക്കേണ്ട ആദ്യത്തെ കാര്യമല്ല മാതാപിതാക്കളെ അനുസരിക്കാൻ. അനുസരണക്കേട് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ അനുസരണക്കേടിനും നിങ്ങളവരെ അടിക്കണമെന്നുള്ളതല്ല. പല തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയും. ഉദാഹരണത്തിന്, അവർ കളിക്കാൻ പോകുന്ന സമയമാകുന്നു. ഇന്ന് നിങ്ങളെ അവരനുസരിച്ചില്ല, നിങ്ങളവരെ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറയണം, നീ പോയി നിൻ്റെ കിടക്കയിൽ 1/2 മണിക്കൂർ വിശ്രമിക്കുക. നിൻ്റെ മറ്റ് സഹോദരന്മാരൊക്കെ കളിക്കാൻ പോട്ടെ, നീ 1/2 മണിക്കൂർ കട്ടിലിൽ കിടക്കുക. അത് ഒരു തരത്തിലുള്ള ശിക്ഷയാണ്. ആ മൂലയിൽ പോയി ഭിത്തിയിലേക്ക് നോക്കിയിരിക്കുക 1/2 മണിക്കൂർ. അടിക്കുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ മാർഗമാണ്, മറ്റൊന്നും ഫലിക്കാതെ വരുമ്പം. 1 വയസ്സിൽ തന്നെ അവരെ അനുസരണം പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അനുസരണമുള്ളവരായിരിക്കാനായിട്ട്, അവർ പ്രായമാകുമ്പോഴും അനുസരിക്കാനായിട്ട് അത് അവരെ സഹായിക്കും. എന്നാൽ നിങ്ങൾ മൃദുഭാവമുള്ളവനായിട്ട് നിങ്ങൾ പറയാണ്, ഓക്കെ അവർ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അവർ ചെറിയ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ദൈവവചനം എന്താണ് കൊച്ചു കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത്? നിങ്ങളുടെ ആ നിഷ്കളങ്കനായ കുഞ്ഞിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സദൃശവാക്യം 22-ന്റെ 15-ാമത്തെ വാക്യം. സദൃശവാക്യം 22-ന്റെ 15. ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങളുടെ നിഷ്കളങ്കനായ ആ ശിശുവിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഭോഷത്വം. അതിനെ അവനിൽ നിന്ന് എങ്ങനെ അകറ്റാം? ഒരു ചെറിയ വടി കൊണ്ട്.
ഞാൻ ചിന്തിക്കുന്നു, ശിശുവിൻ്റെ പുറകിൽ ധാരാളം മാംസം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ അവൻ്റെ എല്ല് പൊട്ടിപ്പോകത്തില്ല. കുഞ്ഞിൻ്റെ ആ പിൻഭാഗവും അവൻ്റെ ഹൃദയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്വാസമില്ലെങ്കിൽ ശ്രമിച്ചു നോക്കുക. പിൻഭാഗത്തെ വടി ഉപയോഗിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭോഷത്വം മാറിപ്പോകും. പെട്ടെന്ന് അനുസരണം പൊങ്ങി വരും. വടി പുറകിൽ ഉപയോഗിക്കുമ്പോൾ അനുസരണം ഉടനെ പൊങ്ങി വരും. ഹൃദയവും അവിടെയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. എന്നാൽ 15-16 വയസ്സിന് ശേഷമാണെങ്കിൽ നിങ്ങൾ താമസിച്ചു പോയി. അവർ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങണം. ചെറുപ്പത്തിൽ തന്നെ അത് തുടങ്ങിയാൽ അത് വളരെ ആയാസമില്ലാത്ത ഒരു കാര്യമായിരിക്കും. എൻ്റെ ഈ കുഞ്ഞ്, അതിൻ്റെ ഉള്ളിൽ ഭോഷത്വം ഉണ്ട്. ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ്. ഞങ്ങൾക്ക് അവനെ അതിൽ നിന്ന് രക്ഷിക്കണം. കർത്താവെ, എനിക്ക് ജ്ഞാനം തരണേ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും, അവരെ സ്നേഹിക്കുന്നത്, കരുതുന്നത്, അവർക്ക് മുത്തം കൊടുക്കുന്നതും വാരിപ്പുണരുന്നതും, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നാലും നമ്മൾ അതൊക്കെ തന്നെ അവർക്ക് ചെയ്യണം. അവർക്ക് 15-16 വയസ്സായാലും നമ്മളത് ചെയ്യണം. ചെയ്തുകൊണ്ടേയിരിക്കുക. അവർക്ക് വേണ്ടിയ കരുതലും സംരക്ഷണവും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതോടുകൂടി നമ്മൾ ചെയ്യേണ്ടത് മറ്റെല്ലാ ത്യാഗങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പം അനുസരണം പഠിപ്പിക്കാനും നമ്മൾ മറന്നു പോകരുത്. അവരെ അനുസരിക്കാനായിട്ട് പഠിപ്പിക്കുക. 2 കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. രണ്ടാമത്, ഒരിക്കലും കള്ളം പറയരുത്. വീട്ടിൽ നീ എന്ത് പൊട്ടിച്ചോ എന്നുള്ളതല്ല, എന്നാൽ നീ കള്ളം പറയരുത്. എൻ്റെ മക്കൾ കസേര തിരിച്ചിടുകയോ ഇവിടെ ചാടുകയോ അവിടെ ചാടുകയോ എന്തെങ്കിലും പൊട്ടിക്കുകയോ ഒന്നും എന്നെ വിഷമിപ്പിക്കാറില്ല. കളിച്ച് അവിടെയൊക്കെ അലങ്കോലമാക്കിയാലും അതെന്നെ വിഷമിപ്പിക്കാറില്ല. പല ആളുകളുടെയും വിഷയം അതാണ്. എല്ലാം വെച്ചെടുത്ത് അതുപോലെ തന്നെ ഇരിക്കണം. നല്ലതാണ്, ഞാനതിനെതിരല്ല. എന്നാൽ എന്നെ വിഷമിപ്പിക്കുന്ന അവരൊരു കള്ളം പറയുന്നതാണ്. മുറി വൃത്തികേടാക്കുന്നതിനേക്കാൾ 10,000 തവണ ഗുരുതരമായ കാര്യമാണത്. ഒരു ഫോഷ്ക്. പിശാച് ഫോഷ്കിൻ്റെ പിതാവാണെന്ന് യോഹന്നാൻ 8:44 പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ പിശാചിൻ്റെ മക്കളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനാണ് ഫോഷ്കിൻ്റെ പിതാവ്. ഇവിടെ എൻ്റെ മക്കളെ അവരുടെ നാവ് പിശാചിന് കൊടുത്ത് അവരെന്നോടൊരു ഫോഷ്ക് പറയുന്നു. അത് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. 2 കാര്യങ്ങൾ. ഒന്ന്, മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ ബഹുമാനിക്കുക, ഒരിക്കലും കള്ളം പറയാതിരിക്കുക. ഇത് 2ഉമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മക്കളെ പഠിപ്പിക്കുക. ഈ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 1 വയസ്സിലുള്ള പ്രായത്തിൽ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. വിട്ടുകളയരുത്. നിൻ്റെ മക്കൾ ഇപ്പോഴും നിന്നോടൊപ്പം ഉണ്ട്. ഇനിയും പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി പറയും, കർത്താവെ ക്ഷമിക്കണം, മുമ്പ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ അറിവില്ലായ്മ കാലങ്ങളെ ഗണ്യമാക്കരുത്. ഞാനിപ്പോൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ എന്നെ സഹായിക്കണം. എൻ്റെ മക്കളെ അനുസരണത്തെ വളർത്താനായിട്ടുള്ള കാര്യത്തിൽ ഞാൻ ഗൗരവമുള്ളവനാണ്. അവിടുത്തെ മകനായിട്ടും അങ്ങേ അനുസരിക്കുന്നവനായിട്ടും അവരെ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളെ അനുസരിക്കാൻ അവർ പഠിക്കണം. അതുകൊണ്ട് ഇത് ഗൗരവത്തിലെടുക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ മക്കൾ വളർന്ന് വീട് വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അധാർമികതയിലേക്ക് പോയിട്ടുണ്ടാകാം. ഇവിടെയുള്ള ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം. അവർക്കായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു കയറ് പോലാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കെട്ടാം. ആ കയറിന് വളരെ നീളമുണ്ടായിരിക്കാം. അവർ കുറേ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു ദിവസം ആ കയറ് മുറുകും. അന്ന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ മടങ്ങി വരും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭാര്യയും ഭർത്താവും നിങ്ങൾ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ മുട്ടയിൽ നിന്ന് അവരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കുക. അവർ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിലും അവർ നിശ്ചയമായിട്ട് മടങ്ങി വരും. ദൈവം പ്രാർത്ഥന കേൾക്കും. നമുക്ക് ആ വിശ്വാസമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവെ, ഈ നാളുകളിൽ ലോകമെമ്പാടും കുടുംബങ്ങളെ പിശാച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലും സ്കൂളിലും സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സഭകളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സുരക്ഷിതരാക്കി സൂക്ഷിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവിക ഭവനങ്ങളാക്കി തീർക്കണേ. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കണേ. അവിടുത്തെ ആത്മാവുണ്ടെന്നറിയാൻ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും നീ ആഗ്രഹിക്കുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാൻ, അതുപോലെ മാതാപിതാക്കളായിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.